Welcome to Triple Profit Analytics weekly stock market view dated 19th April. നമ്മൾ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ ജസ്റ്റ് 3 ട്രേഡിംഗ് ഡേയ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീക്ക്ലി വ്യൂ നമ്മൾ സാധാരണ ഫോമാറ്റിൽ ചെയ്യുന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കറക്ഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായാലും നമ്മുടെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഒരു പുൾ ബാക്ക് മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് മൂവ് ചെയ്യും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ട്രേഡ് താരിഫ് വാർ ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്ക് വളരെ പോസിറ്റീവായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പൊട്ടൻഷ്യലാണ് നമുക്ക് മുന്നിൽ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അത് വരും ദിവസങ്ങളിൽ അടുത്തൊരു 10 വർഷത്തോളം ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഔട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മളെല്ലാ സ്റ്റോക്കുകളും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല കറക്ഷൻസ് ലഭിക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നും കുറേയധികം സ്റ്റോക്കുകളെല്ലാം വിറ്റ് ചൈനയിലേക്ക് മൂവ് ചെയ്ത ഫോറിൻ ഫണ്ട്സുകൾ നമ്മൾ കാണുകയുണ്ടായില്ല. അതുപോലെ തന്നെ US-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത കുറേയധികം കമ്പനികളുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ മൂവ് ചെയ്ത ഫോറിൻ ഫണ്ട്സ് എല്ലാം അവിടെ വലിയ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു വരും എന്നുള്ള ഒരു കാൽക്കുലേഷൻ തന്നെയാണ് എനിക്കിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. നമുക്ക് വരും ദിവസങ്ങളിൽ വളരെയധികം നല്ല പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും വളരെ നല്ലൊരു ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.